വെൽക്കം ടു എൻറോട്ട് എക്സ്പ്ലോർ. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. നമ്മളിപ്പോൾ ഉള്ളത് ആഗ്രയിലാണ്. ആഗ്ര ഫോർട്ടൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞതോടുകൂടി അത്യാവശ്യം നല്ല ചൂട് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ താജ്മഹലിൻ്റെ ഗേറ്റിനുള്ളിൽ തന്നെയാണ് നമ്മൾ നിന്നത്. ആ ഒരു കോമ്പൗണ്ടിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു സൺസെറ്റ് ആകുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഉള്ളിലേക്ക് കയറാമെന്നുള്ളൊരു പ്ലാനിലാണ് നിന്നത്. ആ ഒരു ടൈമിൽ കയറുകയാണെങ്കിൽ നല്ല കാഴ്ചകളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ താജ്മഹലിൻ്റെ പുറത്തുള്ള ആ ഒരു ഗാർഡനിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. അവിടെ തന്നെ കുറേ കാഴ്ചകളുണ്ടായിരുന്നു, കുറേ ഗേറ്റുകൾ, അതുപോലെ തന്നെ നല്ല ഗാർഡന്. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അതിൻ്റെ ചുവട്ടിലായിരുന്നു നമ്മൾ ഏകദേശം ഒരു സൺസെറ്റ് ആവുന്ന ടൈം വരെ നമ്മൾ സ്പെൻഡ് ചെയ്തത്. എന്തായാലും നല്ല തിരക്കായിരുന്നു ആ ഉച്ച ടൈമിൽ പോലും. എല്ലാവരും വരുന്നു, കാണുന്നു, ഇറങ്ങിപ്പോകുന്നു, അങ്ങനെയായിരുന്നു. പക്ഷേ നമ്മൾ ആ വൈകിട്ടത്തെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ഈ ഫ്രണ്ടിലെ ഗേറ്റിനുള്ളിലൂടെ നമുക്ക് അകഭാഗത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രം കാണാൻ പറ്റും. അപ്പം എന്തായാലും നമ്മൾ വൈകിട്ടാകാൻ വേണ്ടി കുറേ ടൈം ഇവിടെ വെയിറ്റ് ചെയ്തു. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വെയിലൊക്കെ ഒന്ന് കുറഞ്ഞത് കണ്ട സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറാമെന്നുള്ളൊരു പ്ലാനിൽ നമ്മളതിന് ഒപ്പം നടന്നു. അപ്പോൾ നമ്മൾ ഈ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആ ഗേറ്റിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളതിൻ്റെ ആ ഒരു സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോൾ, ആ ഗേറ്റിൻ്റെ അകത്ത് സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും വെളിച്ചം കയറി വന്ന് നമുക്ക് ആ താജ്മഹൽ കാണാൻ പറ്റാത്തൊരു ലെവലിലേക്ക് എത്താറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് കുറച്ച് നീങ്ങുമ്പോഴത്തേക്കുമാണ് നമുക്ക് ആ കാഴ്ച ഭയങ്കര ഭംഗിയോടുകൂടി കാണാൻ സാധിക്കുക. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ താജ്മഹലിന് ഉണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ പല റീലുകളിലും കാര്യങ്ങളിലൊക്കെ ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആയിരുന്നു. എന്തായിരുന്നു ആ ഒരു കാഴ്ച എന്നുള്ള ആ ഒരു കാര്യം കാണാൻ വേണ്ടി നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാ ആളുകളും അതാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് താജ്മഹൽ കാണാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ആ വെളിച്ചം കയറി വരുന്ന ആ ഒരു എൻട്രൻസ് ആണിപ്പോൾ. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴത്തേനും ആ ഒരു ഫ്രെയിമിൽ എന്ന പോലെ നമുക്ക് താജ്മഹൽ നല്ല രീതിയിൽ കാണാൻ സാധിക്കും. ഇതായിരുന്നു ഏറ്റവും നല്ലൊരു മൊമെൻ്റായിട്ട് ആദ്യമേ നമുക്ക് തോന്നിയത്. നമ്മുടെ ഈ എൻട്രൻസ് ഗേറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ആ ഒരു താജ്മഹലിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ലോങ് സൈഡിലുള്ളൊരു വ്യൂ, നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ആ ഭംഗി ഭയങ്കരം തന്നെയാണ്. ഒരുപാട് പേര് അതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽപ്പുണ്ട്. പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ദിവസം ഇവിടെ വന്നു പോകുന്നത്. ഏതായാലും നമ്മൾ താജ്മഹലിൻ്റെ അടുത്തേക്ക് നമ്മൾ വീണ്ടും നീങ്ങി. താജ്മഹലിൻ്റെ ഉള്ളിൽ കയറാനും നമുക്ക് പെർമിഷൻ ഉണ്ട്. അതിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ അതിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുന്ന ടൈമിൽ നമ്മുടെ ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറാൻ പറ്റില്ല. അതിന് പകരമായിട്ട് പുറത്തുനിന്ന് നമുക്ക് ചെരുപ്പ് കവർ ചെയ്യുന്നൊരു തുണി വാങ്ങാനോ അതല്ലെങ്കിൽ ഇവിടെ ഈ താജ്മഹലിലൊക്കെ സൈഡിലായിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പം അറിയാത്ത ആൾക്കാരൊക്കെ എപ്പോഴും പുറത്തുനിന്ന് അത് വാങ്ങിക്കൊണ്ടായിരിക്കും കയറുന്നത്. അതിനുവേണ്ടി ഒരുപാട് പേരിങ്ങനെ പുറത്ത് നിൽപ്പുണ്ടാവും. നമ്മളേതായാലും റാഷി നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിന് പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പേര് ഇരിപ്പുണ്ട്. അവരുടെയും നമ്മൾ ആ ഒരു തുണി മേടിച്ച് കാലെ കവർ ചെയ്തുകൊണ്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. താജ്മഹലിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആഗ്രയിലാണ്, ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. യമുന നദിയുടെ തീരത്താണ് ഈ മാർബിളിൽ തീർത്ത ഈ അത്ഭുതം, ലോകാത്ഭുതം സ്ഥിതി ചെയ്യുന്നത്. 1631 5ാമത്തെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ തൻ്റെ പത്നിയായിട്ടുള്ള മുംതാസിൻ്റെ ശവകുടീരം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ താജ്മഹൽ പണിതേക്കുന്നത്. ഇതിന് ഏകദേശം 17 ഹെക്ടർ, അതായത് 42 ഏക്കർ വിസ്തൃതിയുള്ളൊരു സമുച്ചയത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ഈ ശവകുടീരം ഉള്ളത്. ഇതിനകത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, അതുപോലെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അതുപോലെ തന്നെ ഗാർഡന് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ 1648 ഈ ശവകുടീരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. എന്നാൽ പദ്ധതിയുടെ മറ്റ് ഘട്ടങ്ങളിൽ മറ്റൊരു 5 വർഷത്തേക്ക് കൂടെ പണി തുടർന്നിട്ടുണ്ടായിരുന്നു. മുംതാസിൻ്റെ 12ാമത്തെ ചരമവാർഷികത്തിൽ 1643 ഫെബ്രുവരി 6 ഷാജഹാൻ നടത്തിയ ആചരണമായിരുന്നു ശവകുടീരത്തിൽ നടന്ന ആദ്യത്തെ ചടങ്ങ്. അതുപോലെ തന്നെ താജ്മഹൽ സമുച്ചയം 1653 പൂർത്തീകരിച്ചതായി വിശ്വസിക്കപ്പെടുന്നത്. അക്കാലത്ത് ഏകദേശം 5 ദശലക്ഷം രൂപ ചിലവ് കണക്കാക്കുന്നുണ്ടായിരുന്നു. ഇത് 2023-24 ആണെങ്കിൽ ഏകദേശം 35 ബില്യൺ ആയിരിക്കും ഇതിൻ്റെ ഒരു തുക വരുന്നത്.
എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് നമുക്ക് ഈ താജ്മഹലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ ആ ചെരുപ്പയിലുള്ള കവറിങ്ങൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി മുന്നോട്ട് നടന്നു. അതിൻ്റെ എല്ലാ സൈഡുകളിലായിട്ട് വീണ്ടും ഓരോ കവാടങ്ങളുണ്ട്. ബാക്ക് സൈഡിൽ മാത്രമല്ല, ബാക്ക് സൈഡിൽ യമുന നദി ഒഴുകുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേനും ആ നദി കാര്യങ്ങളൊക്കെ കാണാം. ഏതായാലും കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ചെറിയ സ്റ്റെപ്പ് കയറി വേണം ചെല്ലാൻ. അവിടെയും സെക്യൂരിറ്റി ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് കയറുന്നത്. അതിൻ്റെ ആ കോമ്പൗണ്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. എന്തായാലും നമ്മൾ കയറിയ ടൈമും നല്ല ടൈമായിരുന്നു, സൺസെറ്റിൻ്റെ ആ ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ, നല്ല ഭംഗിയിൽ നമുക്ക് കാണാനും നല്ല രീതിയിൽ ആസ്വദിക്കാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റി എന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. അവിടെ നിന്ന് നമ്മൾ വന്ന വഴിയിലേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ചയും അതിമനോഹരമായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ യമുന നദിയാണ്. നിറഞ്ഞൊഴുകുമൊന്നുമല്ല, കുറച്ച് വെള്ളമൊക്കെ കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ മഴക്കാലത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ, നല്ല വിസ്തൃതിയിലൊക്കെ വെള്ളം ഒഴുകുന്ന ഒരു ഏരിയ ആണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന് ചുറ്റും നടന്നു. നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു സൈഡിലേക്ക് എത്തിയപ്പോഴത്തേന് യമുന നദി നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ താജ്മഹലും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള നമ്മുടെ ഈ യമുന നദി, അതുപോലെ അതിന് ചുറ്റുമുള്ള പള്ളികൾ, ഗാർഡന്, ഗേറ്റുകൾ, ഈ സംഭവങ്ങളൊക്കെ ഏതൊരു ഇന്ത്യക്കാരനും ഒരു തവണയെങ്കിലും കാണേണ്ടത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ ഈ താജ്മഹൽ എന്നുള്ളത്. അത്രമേൽ ഒരു പോസിറ്റീവായുള്ളൊരു എനർജിയും അതുപോലെ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയും ഈ സംഭവങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ആഗ്ര യാത്ര. അതുപോലെ തന്നെ ഈ മാർബിളിൽ തീർത്ത ഒരു വിസ്മയം എന്ന് പറഞ്ഞാൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. അപ്പം നമുക്കെന്ന് അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ താജ്മഹൽ. അപ്പം ഏതൊരാളും ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. നേരത്തെയുള്ള വീഡിയോകളോ കാര്യങ്ങളൊക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉത്തരാഖണ്ഡും ഡൽഹിയിലെ കാഴ്ചകളും ഉത്തരാഖണ്ഡിലെ കാഴ്ചകളും റാഫ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചു. അതിനുശേഷം ബഗ്ഗയിലാണ് നമ്മൾ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോയത്. അതിനുശേഷം നമ്മൾ നേരെ ഡൽഹി എയർപോർട്ടിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് പോരുമായിരുന്നു ചെയ്തത്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ കാണാത്ത വീഡിയോകളുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഗുഡ് ബൈ.